friends, welcome back to Creative World of Saundarya. ഞാൻ സിന്ധു. ഇത് നമ്മുടെ ആശുമോൾ. ഹായ് പറഞ്ഞേ. ഹായ്. അപ്പോൾ എല്ലാവർക്കും പൊന്നിൻ ചിങ്ങപ്പുലരിയുടെ പുതുവത്സരാശംസകൾ. എല്ലാ മലയാളികൾക്കും ചിങ്ങമാസം പുത്തൻ ഉണർവും പുതിയ പ്രതീക്ഷകളും ഒക്കെ നൽകുന്നതാണ്. ഇത്തവണത്തെ നമ്മുടെ ഓണം കൊറോണ കാരണം ആകെ പൊളിഞ്ഞിരിക്കുകയാണ്. എങ്കിലും എല്ലാ മലയാളികൾക്കും ചിങ്ങമാസം എന്നും പ്രിയപ്പെട്ടത് തന്നെയാണ്. നമ്മുടെ ഓണക്കാലത്തെ നമ്മൾ പുതിയ പ്രതീക്ഷകളോടുകൂടി വീണ്ടും നമുക്ക് വരവേൽക്കാം. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും സേഫായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ. എല്ലാവരും മാസ്ക് ഒക്കെ ഉപയോഗിക്കണം, ഹാൻഡ് സാനിറ്റൈസ് ചെയ്യണം, ഹാൻഡ് വാഷ് ചെയ്യണം. കെയർഫുൾ ആയിട്ടിരുന്നാൽ ഒരു കാരണവശാലും നിങ്ങൾക്ക് ആർക്കും കൊറോണ വരില്ല. അത് ശ്രദ്ധയോടെ സൂക്ഷ്മതയോടെ അത് കൈകാര്യം ചെയ്ത് കഴിഞ്ഞാൽ ഒരു കുഴപ്പവും ഉണ്ടാവില്ല. അതുകൊണ്ട് എല്ലാവരും അതിനനുസരിച്ച് കെയർ ചെയ്ത് ജീവിക്കണമെന്ന് ഞാനും അഭ്യർത്ഥിക്കുകയാണ്. ആസ് എ നേഴ്സ് ഞാൻ കുറേ മാസങ്ങൾ കൊറോണയുടെ ഇടയിൽ വർക്ക് ചെയ്തതാണ്. കൂടെ കൊളീഗ്സ് കൊറോണ പോസിറ്റീവ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിനൊക്കെ ഇടയിലും ഇതുവരെ കൊറോണ പോസിറ്റീവ് ആകാതെ നിലനിൽക്കാൻ കഴിഞ്ഞെങ്കിൽ അത് നമ്മൾ എടുക്കുന്ന പ്രിക്കോഷൻസിന്റെ ഫലം മാത്രമാണ്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും കൊറോണയെ പേടിക്കുകയല്ല വേണ്ടത്, എല്ലാവരും വേണ്ട മുൻകരുതൽ എടുക്കുകയാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ സബ്ജക്റ്റിലേക്ക് കിടക്കാം. ചിങ്ങമാസം ആണെങ്കിലും ഞാൻ ഓണം ഡിഷൊന്നും ആയിട്ടല്ല കേട്ടോ വന്നിരിക്കുന്നത്. ഇന്ന് ഞാനൊരു വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന, ഒരു ഗസ്റ്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാവുന്ന ഒരു എളുപ്പത്തിലുള്ള ഒരു സ്നാക്ക് ഐറ്റവുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ടിൻ ഫിഷാണ്. അതിന് ആദ്യം വേണ്ടത് ക്യാൻഡ് ടിൻ ഫിഷാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഡയറക്റ്റ് ഫിഷ് എടുക്കുന്നവർക്ക് ട്യൂണയോ നല്ല ദശക്കട്ടിയുള്ള ഏത് മീൻ വേണമെങ്കിലും ഉപയോഗിച്ച് ടിൻ ഫിഷ് ഫിഷ് കട്ട്ലേറ്റ് ഉണ്ടാക്കാവുന്നതാണ്. അതിന് ദശ കട്ടിയുള്ള ഫിഷിനെ സെപ്പറേറ്റ് ആയിട്ട് ഉപ്പിട്ട് വേവിച്ചെടുക്കുക. ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ചെടുക്കാം, അല്ലെങ്കിൽ ഉപ്പ് മാത്രം ഇട്ടാണെങ്കിലും വേവിച്ചെടുക്കാം. വേവിച്ചെടുത്തിട്ട് അതിനെ പീസസ് ആക്കി എടുത്ത് ഉപയോഗിക്കുക. ഇപ്പോൾ എനിക്കിവിടെ ഈസിലി അവൈലബിൾ ആയിട്ടുള്ള സാധനമാണ് ടിൻ ഫിഷ്. അപ്പോൾ ഞാൻ അതുകൊണ്ട് ഇന്നിപ്പോൾ ഒരൊറ്റ ക്യാൻ ടിൻ ഫിഷ് വെച്ചാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇത് കാലിഫോർണിയ ഗാർഡൻ്റെ ടിൻ ഫിഷ് ഒരു ക്യാൻ. പിന്നെ അതിന് വേണ്ട സാധനങ്ങൾ സവോള, ഒരു ക്യാൻ ടിൻ ഫിഷിനുള്ളതിന് ഒരു സവോളയാണ് ഞാൻ എടുത്തിട്ടുള്ളൂ. ഒരു സവോള, ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്. ഇതിൻ്റെ കൂടെ പച്ചമുളക് വേണമെങ്കിൽ ചേർക്കാവുന്നതാണ്. ഞാൻ പച്ചമുളക് ഇടുന്നില്ല, കാരണം എനിക്കത് കടിക്കുമ്പം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് ഞാനതുകൊണ്ട് പച്ചമുളക് ഇടുന്നില്ല. പച്ചമുളക് ഇഷ്ടമുള്ളവർക്ക് പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞ് അതും ഇടാവുന്നതാണ്. പിന്നെ ഇത് പൊട്ടറ്റോ കുക്ക് ചെയ്ത് ഫുള്ളായിട്ട് അങ്ങനെ തന്നെ തൊലി കളഞ്ഞ് കുക്കറിൽ നന്നായിട്ട് വേവിച്ചതിന് ശേഷം അത് ഞാൻ സ്മാഷ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. നന്നായിട്ട് സ്മാഷ് ചെയ്ത് നല്ല പോലെ ആക്കി വെച്ചിരിക്കുന്നതാണിത്. പിന്നെ ഇത് മുട്ടയുടെ വെള്ളയാണ്. മല്ലിയിലയുണ്ട്. മല്ലിയില ഇതിൻ്റെ കൂട്ടത്തിലിടുന്ന മിക്സ് ചെയ്യുന്നതാണ്. പിന്നെ അത് കൂടാണ്ട് നമ്മൾ മസാലപ്പൊടിയാണ് പിന്നെ ഇവിടെ വച്ചിരിക്കുന്നത്. മസാലപ്പൊടി മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടി, മുളക് പൊടി. മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, മല്ലിപ്പൊടി ഒരു 3/4 ടീസ്പൂണുണ്ട്, മുളക് പൊടി 1 ടീസ്പൂണുണ്ട്. ഇത് മാത്രമാണ് ഞാൻ എരിവിനിടുന്നത്. പക്ഷെ എരിവ് നല്ലോണം ഇഷ്ടമുള്ളവർക്ക് ഇതിൻ്റെ കൂടെ പെപ്പർ പൗഡറും കൂടി ചേർക്കാവുന്നതാണ്. പിന്നെ ഗരം മസാലയുണ്ട്, ഉപ്പ്, ബ്രെഡ് ക്രംസ്. ഇത്രയും സാധനങ്ങളാണ് ഒരു ഫിഷ് കട്ട്ലേറ്റ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആവശ്യമുള്ളത്. ഇനി നമുക്ക് ഫിഷ് കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ തുടങ്ങാം. പാനിൽ എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായിട്ടുണ്ട്. എണ്ണ ചൂടായി കഴിയുമ്പോൾ നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ സവോളയാണ് നമ്മൾ ആദ്യം അതിലേക്ക് ഇടുന്നത്. സവോള ഒന്ന് വാടിക്കഴിയുമ്പോൾ തന്നെ നമുക്കതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇടുന്നവർക്ക് പച്ചമുളക് ഇതെല്ലാം ഇടാവുന്നതാണ്. ഇഞ്ചി 1-1.5 ടീസ്പൂണോളം ഇടാവുന്നതാണ്. ഞാൻ നല്ല തരിതരിയായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നതാണിത്.
ഇത് നല്ലപോലെ വഴറ്റണം. നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. സവോള ഒന്ന് വാടിക്കഴിയുമ്പോൾ നമ്മുടെ സവോള ഇപ്പോൾ നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഒത്തിരി അങ്ങോട്ട് വഴന്നതാവണ്ട, നമ്മൾ ചിക്കൻ കറിക്ക് ചേർക്കുന്ന പോലെ ഒത്തിരി വഴയണ്ട, ഒരുമാതിരി നന്നായിട്ട് വഴന്നാൽ മതി. അപ്പോൾ നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ പൊട്ടറ്റോയാണ്. ആ പൊട്ടറ്റോ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പൊട്ടറ്റോ അതിലേക്ക് ഇട്ട് കൊടുത്ത് വീണ്ടും നന്നായിട്ടൊന്ന് പൊട്ടറ്റോ ഈ സവോള മിക്സുമായിട്ട് ശരിക്കും മിക്സ് ചെയ്ത് കൊടുക്കണം. മിക്സ് ചെയ്ത പൊട്ടറ്റോ സവോള മിക്സിലേക്ക് നമ്മൾ മല്ലിയില ഇട്ട് കൊടുക്കുകയാണ്. ഒരു ഭംഗിക്കും ഒക്കെ വേണ്ടിയിട്ടാണ് ശരിക്കും പറഞ്ഞാൽ മല്ലിയില ഇതിലിടുന്നത്. മല്ലിയില ഇട്ടില്ല എന്ന് വെച്ച് ഒരു കുഴപ്പമില്ല, ടേസ്റ്റ് അതുപോലെ തന്നെ ഉണ്ടാവും. മല്ലിയില ഒരു ഇടയ്ക്ക് ആ ഒരു പച്ച കളർ കാണുന്നതിനും ഒക്കെ ഉള്ളൊരു ഭംഗി എന്നുള്ളതിലപ്പുറം വേറെ വലിയ കാര്യങ്ങളൊന്നുമില്ല മല്ലിയില ഇടുന്നതിൽ. പിന്നെ മല്ലിയില ഇഷ്ടമുള്ളവർക്ക് അത് ഓക്കെയാണ്. ഇളക്കുമ്പോൾ പൊട്ടറ്റോയിലെ കട്ടിയായിട്ട് കിടക്കുന്ന ഭാഗങ്ങളെല്ലാം നല്ലപോലെ പൊടിച്ച് കൊടുക്കുക. ഇത് നന്നായിട്ട് മിക്സായി കഴിഞ്ഞു. ഇനി നമ്മൾ ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മസാലകൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കുകയാണ്. മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ എടുത്ത് വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കുന്നു. മഞ്ഞൾപ്പൊടി കൂട്ടുമായിട്ട് നന്നായിട്ട് മിക്സായ ശേഷം അതിലേക്ക് നമ്മൾ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. മല്ലിപ്പൊടി ഒരു 3/4 ടീസ്പൂണോളം ഉണ്ട്, അത് ചേർത്ത് കൊടുക്കുന്നു. മല്ലിപ്പൊടിയുടെ പച്ച ചുവ ശരിക്കും മാറണം, അതുവരെ അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് മല്ലിപ്പൊടിയുടെ പച്ചച്ചുവ മാറിയതിന് ശേഷം അതിലേക്ക് നമ്മൾ മുളക് പൊടി ഇട്ട് കൊടുക്കും. മുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ്. ഏകദേശം 1 ടീസ്പൂണിനടുത്ത് മുളക് പൊടിയുണ്ട്. മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്ത് അതും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കുക. തീ നല്ലപോലെ സിമ്മിൽ വെക്കണം. മുളക് പൊടി ഇട്ടതിന് ശേഷം അത് കരിഞ്ഞു പോകരുത്. അപ്പോൾ നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്ക് നമ്മുടെ ടിൻ ഫിഷ് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിനകത്തുനിന്ന് ഒത്തിരിയുള്ള എണ്ണ ഊറ്റി കളഞ്ഞിട്ടുണ്ട്. ഇത് സൺഫ്ലവർ ഓയിലിലാണ് ഇരിക്കുന്നത്. ആ എണ്ണ മുഴുവനായിട്ട് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് എടുക്കാം. എനിക്ക് അത്രയും എണ്ണ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ മുകളിൽ കിടക്കുന്ന എക്സ്ട്രാ എണ്ണ മൊത്തം ഊറ്റി കളഞ്ഞിട്ട് വളരെ കുറച്ച് എണ്ണ മാത്രമേ ഇതിനകത്ത് ഇപ്പോൾ ഉള്ളൂ. ആ എണ്ണയാണ് ഞാൻ ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ടിൻ ഫിഷിനെ നന്നായിട്ട് പൊട്ടിച്ച് കൊടുക്കുക. എല്ലാ ക്യൂബ്സിനെയും നന്നായിട്ട് പൊട്ടിച്ച് കൊടുത്ത് അത് ഈ മിക്സിലേക്ക് ശരിക്കും നല്ലപോലെ ചേർത്ത് കൊടുക്കണം. കൂടെ അതിൻ്റെ കൂടെ ഒന്ന് വഴറ്റി ആ ടിൻ ഫിഷ് ഒന്നുകൂടി ഒന്ന് വേവുന്ന ഒരു സ്റ്റേജിലേക്ക് ആക്കുകയും വേണം. ഇപ്പോൾ നമ്മുടെ മിക്സ് നല്ലപോലെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. നമ്മുടെ ടിൻ ഫിഷ് നല്ലപോലെ മസാലയായിട്ട് മിക്സ് ആയിട്ടുണ്ട്. പൊട്ടറ്റോയും ടിൻ ഫിഷും എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇതിപ്പോൾ ശരിക്കും ഒന്നും വേർതിരിച്ച് കാണാൻ പറ്റാത്ത പോലെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഒരു പാകത്തിനുള്ള കൺസിസ്റ്റൻസിയിലെത്തിയിട്ടുണ്ട്. ഇങ്ങനെ മറിക്കുമ്പോൾ കണ്ടോ, നല്ല ഇങ്ങനെ ഉരുണ്ട് വരുന്ന ഒരു കൺസിസ്റ്റൻസിയിലെത്തിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഓഫ് ചെയ്ത് ഒന്ന് പതിയെ ചൂടാറണം. നമുക്ക് കൈകൊണ്ട് പിടിക്കാനുള്ളതാണ്, അതുകൊണ്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ആകുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഞാൻ നിങ്ങളോട് പറയാൻ മറന്നുപോയായിരുന്നു, ഇത് ഞാൻ വാങ്ങിയ ഉടനെ തന്നെ ഞാൻ ഒരു 1/2 ടീസ്പൂണോളം ഗരം മസാല ഞാൻ ഇതിനകത്തേക്ക് ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. സ്റ്റൗ ഓഫ് ചെയ്ത ഒപ്പം തന്നെ ഗരം മസാല 1/2 ടീസ്പൂൺ ഇട്ട് അതുകൂടി ചേർത്ത് മിക്സ് ചെയ്താണ് ഞാൻ തണുക്കാൻ വെച്ചത്. ഇതിപ്പോൾ നന്നായിട്ട് ഒരുമാതിരി പിടിക്കാവുന്ന ചൂടിലായിട്ടുണ്ട്.
ഇനി ഇതിൽ നിന്ന് ഞാൻ കയ്യിൽ കുറച്ച് എണ്ണ പുരട്ടിയിട്ടുണ്ട്. എണ്ണ പുരട്ടി കഴിഞ്ഞാൽ അതൊരു ഇതിൻ്റെ കൺസിസ്റ്റൻസി വളരെ കറക്റ്റാണ്. ഇനി നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ കൺസിസ്റ്റൻസി ഏതെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് കൺസിസ്റ്റൻസി ലൂസാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ ബ്രെഡ് ക്രംസ് ഇട്ട് മിക്സ് ചെയ്തിട്ട് ഇത് ഷേപ്പ് ചെയ്യുക. അപ്പോൾ അത് കൺസിസ്റ്റൻസി കറക്റ്റായി കിട്ടും നിങ്ങൾക്ക്. ഇത് ആദ്യം റോൾ ചെയ്ത് ഉണ്ടയായിട്ട് ഉരുട്ടിയതിന് ശേഷം നമുക്ക് പതിയെ കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ കട്ട്ലേറ്റിൻ്റെ ഒരു ഷേപ്പിലേക്ക് നമുക്ക് കിട്ടും. കണ്ടല്ലോ, ഇങ്ങനെ ഷേപ്പ് ചെയ്ത് ഇത് ഓരോന്നും നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാം. പതിയെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി, ചെറുതായിട്ട്. ഒത്തിരി കട്ടി വേണ്ട, നമുക്കിഷ്ടമുള്ള ഒരു തിക്നെസ്സിൽ. ഒത്തിരി കട്ടി കുറഞ്ഞാലും അത് ഒരു സുഖം ഉണ്ടാവില്ല. അതുകൊണ്ട് ആ ഒരു ഇതിനനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വലുപ്പത്തിൽ നിങ്ങൾക്ക് ഇത് ഇഷ്ടമുള്ള ഷേപ്പിൽ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇതിപ്പോൾ ഓവൽ ഷേപ്പിൽ ഞാൻ ഉണ്ടാക്കി കാണിച്ചു തരാം. ഓവൽ ഷേപ്പിൽ, സർക്കിൾ ഷേപ്പിൽ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പുകളിൽ നിങ്ങൾക്ക് ഇതുണ്ടാക്കി ഇങ്ങനെ എടുക്കാവുന്നതാണ്. ഒന്ന് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ആ വേവാൻ കുറച്ചുകൂടി എളുപ്പമുണ്ടായിരിക്കും. ഞാൻ ബാക്കിയെല്ലാം ഷേപ്പ് ചെയ്തതിന് ശേഷം തിരിച്ചു വരാം. അപ്പോൾ നമ്മളിതിവിടെ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ആ ഒരെണ്ണം ഓവൽ ഷേപ്പിലുണ്ടാക്കിയതും കൂടെ ചേർത്ത് 11 എണ്ണം നമ്മളിപ്പോൾ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഞാൻ ആക്ച്വലി സ്വല്പം മസാല ഞാൻ എടുത്ത് മാറ്റിയിട്ടുണ്ട്. കാരണം ഞാൻ മോക്ക് വേണ്ടിയിട്ട് മുളകില്ലാണ്ട് ഉണ്ടാക്കാൻ വേണ്ടി കുറച്ചെടുത്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അതുകൂടി ചേർത്താൽ ആക്ച്വലി നമുക്ക് ശരിക്കും ഒരു 12 എണ്ണം ഒരു ക്യാൻ ഫിഷിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇപ്പോൾ ഞാനിത് ഷേപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഇവിടെ എൻ്റെ കയ്യിൽ മുട്ടയുടെ വെള്ളയുണ്ട്, ബ്രെഡ് ക്രംസ് ഉണ്ട്. ഇതിൽ നമ്മൾ മുക്കി അത് എണ്ണയിലിട്ട് നമുക്ക് വറുത്ത് കോരിയെടുക്കാം. ഒരെണ്ണം റെഡി ആയിട്ടുണ്ട്. നമ്മളിവിടെ ഇങ്ങനെ 2 എണ്ണം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ബാക്കിയെല്ലാം റെഡിയാക്കി എടുക്കാം. ഞാനിവിടെ പാനിൽ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ചൂടായിട്ടുണ്ട്. എണ്ണ ചൂടായി ഒന്ന് നോക്കുന്നതിനായിട്ട് നമുക്ക് വേണമെങ്കിൽ കുറച്ച് മാവിട്ട് ഇതുപോലെ ടെസ്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. തിളയ്ക്കുന്നത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും എണ്ണ ചൂടായിട്ടുണ്ടെന്ന്. ഞാനതങ്ങോട്ട് മാറ്റും, എനിക്ക് കരിഞ്ഞു പോകണ്ടല്ലോ എന്ന് കരുതിയിട്ട്. നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്നത് ആക്ച്വലി ഇത് ഡീപ്പ് ഫ്രൈ ആണ് ചെയ്യേണ്ടത്. ഞാനങ്ങനെ ഒത്തിരി ഡീപ്പ് ഫ്രൈ ചെയ്യാറില്ല. എനിക്കത് ഒത്തിരി എണ്ണ ഇതാവുന്നത് എനിക്കിഷ്ടമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ കുറച്ച് എണ്ണ ഉണ്ട്, എന്നാൽ ഡീപ്പ് ഫ്രൈ ആവുകയില്ല എന്നുള്ള ഒരു രീതിയിലാണ് ഞാൻ എണ്ണ ഒഴിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് അങ്ങനെയും ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിൽ അത് ഫ്രൈ ആക്കി എടുത്താലും മതി. അതല്ല ഡീപ്പ് ഫ്രൈ ചെയ്യാൻ ഇഷ്ടമെങ്കിൽ ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഒരു സൈഡ് വേവട്ടെ, അത് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇത് ഞാൻ തിരിച്ചെടുക്കുകയാണ്. അതിൻ്റെ ഒരു സൈഡ് നന്നായിട്ട് നല്ല റെഡ് കളറിൽ നല്ല ഒരു ശരിക്കും ആ ഒരു മുരിഞ്ഞ കളറിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനത് തിരിച്ചിട്ടു. ഇനി ആ സൈഡ് കൂടി വേവട്ടെ. അപ്പോൾ നമ്മുടെ കട്ട്ലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് കോരിയെടുക്കാം. കണ്ട, നല്ല കറക്റ്റ് പാകത്തിനുള്ള മുരിഞ്ഞ കട്ട്ലേറ്റ് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ഡിലീഷ്യസ് ആയിട്ടുള്ള ഫിഷ് കട്ട്ലേറ്റ് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ചായയുടെ കൂടെയോ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാവുന്നതാണ്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ടൊമാറ്റോ സോസോ അല്ലെങ്കിൽ ഉള്ളി അരിഞ്ഞ് വിനാഗിരി ചേർത്ത് ആയിട്ടോ അങ്ങനെ എന്ത് സൈഡ് ഡിഷ് ഉപയോഗിച്ചും ഇത് നമുക്ക് സെപ്പറേറ്റ് ആയിട്ടും ഈവനിങ് സ്നാക്സ് ആയിട്ട് കഴിക്കാം. ആരെങ്കിലും പെട്ടെന്ന് ഒരു വിരുന്നുകാർ വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് പെട്ടെന്ന് സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് ഫിഷ് കട്ട്ലേറ്റ്. താങ്ക് യു ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ്. അപ്പോൾ എല്ലാവരും ഫിഷ് കട്ട്ലേറ്റ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടില്ലേ? എല്ലാവരും
കുറച്ച് പ്രിപ്പയർ ചെയ്ത് ബ്രെഡ് ക്രംസ് ഒക്കെ പുരട്ടി വച്ചിരുന്നു കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ വെച്ചിരുന്നാൽ ഒരു 3-4 ദിവസം ഒരു കുഴപ്പമില്ലാതെ നിങ്ങൾക്കിത് യൂസ് ചെയ്യാവുന്നതാണ്. പെട്ടെന്ന് ആരെങ്കിലും ഒന്ന് വന്നു കഴിഞ്ഞാലൊക്കെ എടുത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്ത് എടുത്ത് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. എൻ്റെ വേർഷന് ചെറിയ ഡിഫറൻസ് ഒക്കെ ഉണ്ട് സാധാരണ ഫിഷ് കട്ട്ലേറ്റ് റെസിപ്പിയിൽ നിന്നും. അതുകൊണ്ട് നിങ്ങളത് നോക്കിയിട്ട് ഒരു കാര്യം പറഞ്ഞു. വീഡിയോ എടുക്കുന്നതിന് മുമ്പ് കട്ട്ലേറ്റ് എന്തിനാ ഉണ്ടാക്കിയെന്നോ? വലിയ ക്വസ്റ്റ്യൻ ആയി പോയിട്ടോ. വീഡിയോ എടുക്കുന്നതിന് മുമ്പ് കട്ട്ലേറ്റ് ഉണ്ടാക്കി പോയി. ഞാൻ എന്ത് ചെയ്യാം? അടുത്ത പ്രാവശ്യം ഞാൻ മാറ്റാട്ടോ. ഓക്കെ, നാച്ചുറലായിട്ട് വന്ന ക്വസ്റ്റ്യൻ ആണേ. ഓക്കെ, അപ്പോൾ കട്ട്ലേറ്റ് എല്ലാവരും ഉണ്ടാക്കി നോക്കുക. എല്ലാവരും ട്രൈ ചെയ്യണം. നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എന്നെ അറിയിക്കണം. എൻ്റെ വേർഷനിലുള്ള ചെറിയ ചെറിയ ഡിഫറൻസ് നിങ്ങൾക്ക് ഇതിനു മുമ്പ് ഉണ്ടാക്കിയിട്ടുള്ളവർക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. നിങ്ങൾ തരുന്ന എല്ലാ സപ്പോർട്ടിനും ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ ഞാനൊരു കൂട്ടം കൂടി കാണിച്ചു തരാം. ഞാനിപ്പോൾ കൊടുത്തിരിക്കുന്ന ഈ സെറ്റ് സാരിയിൽ, സെറ്റ് മുണ്ടിൽ നിങ്ങൾക്ക് ബ്ലോക്ക് പ്രിന്റ്സ് കാണാൻ പറ്റുന്നുണ്ടോ? ഞാൻ തന്നെ ചെയ്തതാണേ. ബ്ലോക്ക് പ്രിന്റ് ചെയ്യുന്നതിൻ്റെ വീഡിയോ ഞാൻ ഇടാട്ടോ. കാണുന്നുണ്ടോ? ഓക്കെ, അപ്പോൾ സൗന്ദര്യ ബുട്ടിക് ആൻഡ് ഡിസൈൻസിൽ നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങളുടെ ഏതെങ്കിലും ഡ്രസ്സ് ബ്ലോക്ക് പ്രിന്റ് ചെയ്ത് തരണമെങ്കിൽ നമ്മൾ ബ്ലോക്ക് പ്രിന്റ് ചെയ്ത് തരുന്നതാണ്. ഒരുപാട് ഓണം കളക്ഷൻസ് ഉണ്ട്. ഒരുപാട് പുതിയ കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ എനിക്ക് പരിചയമില്ലാത്ത ഒരുപാട് ആളുകൾ ഇത്തവണ സൗന്ദര്യ ബുട്ടിക് ആൻഡ് ഡിസൈൻസ് ചൂസ് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും ഒരുപാട് നന്ദിയിട്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന പുതിയൊരു സബ്ജക്റ്റുമായിട്ട് അടുത്ത പ്രാവശ്യം കാണാം. അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ.